Welcome everyone to the Shunoya prayer series. We are continuing with this week's prayer. We have Lini Kochuma to lead us into the Shunoya prayers for today. Lini Kochuma. താങ്ക് യു ഷിനി. നമുക്ക് പ്രാർത്ഥിച്ച് തുടങ്ങാം. ബെനിയച്ചൻ പ്രാർത്ഥന ലീഡ് ചെയ്യുന്നതായിരിക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ദൃഷ്ട സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കാരണം ക്ഷമിച്ച പോലെ പാളോ ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കരുതേ, പിന്നെ യോധന്മോട്ട് അന്വേഷിച്ചു കൊള്ളണമേ. എന്തുണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു. ആമീൻ. കൃപ പറഞ്ഞു പറയുമേ, എനിക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോട് സ്ത്രീകൾ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ദുർഫലമാണ് കർത്താവേശം വിശ്വാ വാഴ്ത്തപ്പെട്ടവനാണ്. ശുദ്ധമുള്ള കന്യകയെ മർത്തറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാവിളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും മനസ്സമയത്തും ദൈവം തമ്പുരാനെ അപേക്ഷിച്ചുള്ളവരാണമേ. ആമീൻ. താങ്ക് യു അച്ഛാ. കൂടാരപ്പെടുന്നാളിൻ്റെ ശുശ്രൂഷകളൊക്കെ കഴിഞ്ഞ് നമ്മൾ ഷുനോയോ പ്രാർത്ഥനാ സംഗമത്തിൻ്റെ 6ാമത്തെ ദിവസത്തിലേക്ക്, ഈ സന്ധ്യയിലേക്ക് നമുക്ക് ഏവർക്കും കടന്നു വരുവാൻ സാധിച്ചതിൽ ആദ്യം തന്നെ തമ്പുരാനെ സ്തുതിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വേദവായന ഭാഗം വായിക്കുന്നത് റിനി ചാക്കോ കൊച്ചമ്മയാണ്. കൊച്ചമ്മയെ ക്ഷണിച്ചോളൂ. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. മോശ മിദ്യാനിലെ പുരോഹിതനും തന്റെ അമ്മായപ്പനുമായ യിത്രോവിന്റെ ആടുകളെ മേയിച്ചുകൊണ്ടിരുന്നു. അവൻ ആടുകളെ മരുഭൂമിക്ക് അപ്പുറത്ത് ദൈവത്തിന്റെ പർവ്വതമായ ഹൊറേബ് വരെ കൊണ്ടുചെന്നു. അവിടെ യഹോവയുടെ ദൂതൻ ഒരു മുൾപ്പടർപ്പിന്റെ നടുവിൽ നിന്ന് അഗ്നിജ്വാലയിൽ അവന് പ്രത്യക്ഷനായി. അവൻ നോക്കിയാറെ മുൾപ്പടർപ്പ് തീപിടിച്ച് കത്തുന്നതും മുൾപ്പടർപ്പ് പോകാതിരിക്കുന്നതും കണ്ടു. മുൾപ്പടർപ്പ് വെന്തുപോകാതിരിക്കുന്ന ഈ വലിയ കാഴ്ച എന്തെന്ന് ഞാൻ ചെന്ന് നോക്കട്ടെ എന്ന് മോശ പറഞ്ഞു. നോക്കേണ്ടതിന് അവൻ വരുന്നത് കർത്താവ് യഹോവ കണ്ടപ്പോൾ ദൈവം മുൾപ്പടർപ്പിന്റെ നടുവിൽ നിന്ന് അവനെ മോശെ മോശെ എന്ന് വിളിച്ചു. അതിനവൻ ഇതാ ഞാൻ എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ ഇങ്ങോട്ട് അടുക്കരുത്, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകയാൽ കാലിൽ നിന്ന് ചെരുപ്പ് അഴിച്ചു കളക എന്ന് കൽപ്പിച്ചു. ഞാൻ അബ്രഹാമിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവുമായി നിന്റെ പിതാവിന്റെ ദൈവം ആകുന്നു എന്ന് ഞാൻ അരുളിച്ചെയ്തു. മോശ ദൈവത്തെ നോക്കുവാൻ ഭയപ്പെട്ട് മുഖം മൂടി. യഹോവ അരുളിച്ചെയ്തത്, മിസ്രയീമിലുള്ള എന്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു. ഊഴിയ വിചാരകന്മാർ നിമിത്തമുള്ള അവരുടെ നിലവിളികളും കേട്ടു. ഞാൻ അവരുടെ സങ്കടങ്ങൾ അറിയുന്നു. അവരെ മിസ്രയീമ്യരുടെ കയ്യിൽ നിന്ന് വിടുവിപ്പാനും ആ ദേശത്ത് നിന്ന് നല്ലതും വിശാലവുമായ ദേശത്തേക്ക്, പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക്, കനാന്യർ, ഹിത്യർ, അമോര്യർ, പെരീസ്യർ, ഹിവ്യർ, യബൂസ്യർ എന്നിവരുടെ സ്ഥലത്തേക്ക് അവരെ കൊണ്ടുപോകുവാനും ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു. ഇസ്രായേൽ മക്കളുടെ നിലവിളി എന്റെ അടുക്കൽ എത്തിയിരിക്കുന്നു. മിസ്രയീമ്യർ അവരെ ഞെരുക്കുന്ന ഞെരുക്കവും ഞാൻ കണ്ടിരിക്കുന്നു. ആകയാൽ വരിക, നീ എന്റെ ജനമായ ഇസ്രായേൽ മക്കളെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിക്കേണ്ടതിന് ഞാൻ നിന്നെ ഫറവോന്റെ അടുക്കൽ അയക്കും. ദൈവമേ, നിനക്ക് യോഗ്യമാകുന്നു. പാർക്കുമോ. Sorry, I was on the mute. Today, let's hear from a song from Bini Joseph. കേൾക്കാവോ? Yes, കേൾക്കാം. മറിയമേ നീ ഭാഗ്യവതി ഭാമിനിമാരിൽ അത്യുന്നതൻ താണുവന്നു വാണല്ലോ നിന്നിൽ. മറിയമേ നീ ഭാഗ്യവതി ഭാമിനിമാരിൽ ദൈവപുത്രൻ നിന്നിൽ നിന്നങ്ങവതരിച്ചല്ലോ. മറിയമേ നീ ഭാഗ്യവതി ഭാമിനിമാരിൽ ശിശുവാം നിന്നെ സർവശക്തൻ സ്വീകരിച്ചല്ലോ. ദൈവത്തിൻ്റെ വൈദികന്മാർ ആദരവോടെ
കാഴ്ചയപ്പം നൽകി നിന്നെ പള്ളിയിൽ പോറ്റി. കാന്തി ചിന്തും നിർമ്മലമാം മാണിക്യക്കല്ലേ, ദിവ്യദൂതൻ അവതാരത്തിൻ സന്ദേശം നൽകി. നിൻ വ്രതത്താൽ സർവശക്തൻ പുത്രനെ വിട്ടു, മൺമയനാമാദാമിനെ ഉദ്ധരിച്ചിടാൻ. അത്യുന്നതൻ താണു വന്നു വാണല്ലോ നിന്നിൽ, ദൈവപുത്രൻ നിന്നിൽ നിന്നങ്ങവതരിച്ചല്ലോ. മറിയമേ നീ ഭാഗ്യവതി ഭാമിനിമാരിൽ, കർത്തൻ തന്നെ പെറ്റവളാം കന്യകെ ഭാഗ്യം. നിൻ സ്മരണ നിൻ തനയൻ ഭൂവിലും മേലും, സ്വീകരിച്ചു നിൻ പ്രാർത്ഥന കേട്ടിടും നൂനം. ഇക്ഷിതി തൻ രക്ഷകനെ പെറ്റ മാതാവേ, മക്കളെ ഓർത്തെപ്പോഴും നീ പ്രാർത്ഥിച്ചിടേണം. മറിയമേ നീ ഭാഗ്യവതി ഭാമിനിമാരിൽ, അത്യുന്നതൻ താണു വന്നു വാണല്ലോ നിന്നിൽ. മറിയമേ നീ ഭാഗ്യവതി ഭാമിനിമാരിൽ, ദൈവപുത്രൻ നിന്നിൽ നിന്നങ്ങവതരിച്ചല്ലോ. Thank you, Benny. Now it's time for the devotional message. I invite Shini Kurian, MMES General Secretary, to introduce our speaker, Reverend Father Sajeev Matthews. George Sajeev Matthews. Thank you, Kochima. I'm delighted to welcome and introduce Sajeev Achin to our MMES members today. ശരിക്കും പറഞ്ഞാൽ എന്നെക്കാളും നന്നായിട്ട് ഇവിടെയുള്ള എല്ലാവർക്കും അറിയാമെന്നറിയാം. But still, to do the honors, as everybody knows, he is a diocesan secretary and a well-known figure to all of us in this diocese. And he is newly charged as a vicar of St. Peter and St. Paul's Church in Houston. He works as a chaplain, but coming to MMES, he has always supported MMES, and he's the one person that we contact regularly for all the Aramana and the treasury related matters. And I can assure you that he has always been very supportive to to the diocesan MMES team, and I'm so thankful to him. Acha, thank you for agreeing to share the word of God with us in your busy schedule. I welcome you over to this platform, Acha. Thank you. Thank you. Let us bow our heads and offer our prayers. Barak, our heavenly gracious Father, we have come to your presence on this evening, on the 6th of August, where we celebrated the feast of the Transfiguration. And today we are here, gathered here in your holy name, and we ask that we transform ourselves, the word that we listen, that transform our minds, our thoughts, our actions, and all that to glorify your kingdom, Lord. Let us be part of the inner circle of Jesus Christ. He appointed the 12 and he took the 3. Let us become the inner part of his divine circle. We pray for the leadership of all the MMES leaders, and especially we pray for the presence of Benny Achin, his parish, and his family. We pray for each and everyone who are participating, and especially these 15 days when we go through. We ask that Lord's divine presence guide us to hear the word of God. Like Mary, she was able to humble herself and she heard the word of God that Angel Gabriel brought. There are so many messages that we hear. Let us make sure that we practice what we hear and we listen. We pray that this evening we humble ourselves, and I pray, make me worthy, O Lord, that the word that I speak, the word that I deliver, it's not mine, it is God's.
And we pray that we practice that in our lives. All glory to the Father, to the Son, and the Holy Spirit, now and always, forever and ever. Amen. ബഹുമാനപ്പെട്ട ജോർജ് ഡാനിയൽ അച്ഛൻ, MMBS സെക്രട്ടറി ട്രസ്റ്റി, കൊച്ചമ്മമാരെ, പ്രിയ അമ്മമാരെ, ഈ ദിവസങ്ങളെല്ലാം പ്രാർത്ഥനയുടെ ദിവസമാണ്. ഈ പ്രാർത്ഥനാ ദിവസത്തിൽ എന്നോട് പ്രത്യേകം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ പ്രസംഗങ്ങളൊക്കെ 5 മിനിറ്റ് കൂടുതലില്ല, അതുകൊണ്ട് 5 മിനിറ്റ് അധികം സമ്മതിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഷീന വിളിച്ചപ്പോൾ ഞാൻ നോ പറഞ്ഞില്ല. ബട്ട് ഐ എം സോ ഓണേർഡ് ടു ബി പാർട്ട് ഓഫ് ദിസ് വൺ. എത്ര പേർക്കറിയാം ഇന്നലത്തെ വേദഭാഗം? വാട്ട് വാസ് ദ പാസേജ്? എല്ലാവരും ഇങ്ങനെ മുഖം മറിച്ച് സീരിയലും കണ്ടുകൊണ്ടിരിക്കുക. പക്ഷെ എല്ലാവരും ചോദിക്കുമ്പോൾ ഒന്ന് അൺമ്യൂട്ട് ചെയ്തും പറയണേ. വാട്ട് വാസ് ദ പാസേജ് ദാറ്റ് വാസ് റെഡ് ഓൺ ദ 6th of August ഓർ ദ 5th of August? നമ്മുടെ കുർബാനയ്ക്ക് വായിച്ച വേദഭാഗം ആർക്കെങ്കിലും അറിയും? നോക്കരുത്. ഗൂഗിളിനോടും ChatGPT-നോടും ചോദിച്ചാൽ ഇങ്ങനെ പെട്ടെന്ന് പറയും. Which was the passage? Saint Luke chapter 9 verses. ഒരു ഇന്ററാക്റ്റീവ് ആക്കണം. സോ ഫ്രം 22 അത് ട്രാൻസ്ഫിഗറേഷനെ പറ്റി പറയുന്നത്. ജീസസ് വെന്റ് ടു വിച്ച് ഹിൽ? ഏത് മൗണ്ടനിലേക്കാ പോയത്? താബോർ മലയിലേക്ക് പോയി. താബോർ മലയിൽ പോയപ്പോ എത്ര ശിഷ്യന്മാരുണ്ട് കർത്താവിന്? 3 പേര്. 3 ശിഷ്യന്മാരെ ഉള്ളൂ. 12 പേരുണ്ട്. 12 പേരിനകത്ത് 3 പേരെ കൊണ്ടുപോയി. ആ 3 പേര് ആരൊക്കെയാ? യാക്കോബ്, യോഹന്നാൻ, Peter, James, and John. So today my focus on this evening is to talk about these 3 people. Why ഈ 3 പേര്? Because ഈ നമ്മൾ പറയത്തില്ല, നമ്മളെ നാട്ടിലൊക്കെ ഇവിടെ അങ്ങനെ പ്രശ്നമില്ല. പക്ഷെ നാട്ടിൽ പോകുമ്പോൾ നമ്മൾ ഒരാളെ വിളിക്കുമ്പോൾ ആ ഫോൺ കിട്ടിയില്ലെങ്കിൽ അതേ നമ്മൾ ഫോണിന് മെസ്സേജ് വരുന്നത് എന്തുവാ? നിങ്ങൾ വിളിക്കുന്ന സബ്സ്ക്രൈബർ നമ്മൾ കേൾക്കുന്ന ഒരു വാക്യമാണ്. സോ നമ്മളും കർത്താവിന്റെ പരിധിക്കകത്ത് വരാൻ തക്കോണം നമ്മളെ ഈ ദിവസം ഒരുക്കണം. The transfiguration is an invitation to bring into the inner circle of Jesus Christ. In the inner circle, the Kurbana, the prayer, the fasting, all that we offer is to come to the inner circle of Jesus Christ, where Father, Son, and Holy Spirit, the disciples, the angels, മാത്യൂസ് ദിൻ ബാവയൊക്കെ കുർബാനയിലും പറയും, കണ്ടോ മോശ വന്നു, ഏലിയാവ് വന്നു, ഇങ്ങനെ പിതാക്കന്മാർ വന്നെന്ന് പറയുമ്പോൾ നമ്മൾ അന്നൊക്കെ ആദ്യമൊക്കെ 89-ലൊക്കെ ഞങ്ങൾ കൂടെ നടക്കുമ്പം വിചാരിക്കും ബാബാത്തിന് എന്തോ ഈ പറയുന്നത്. പക്ഷെ നമ്മൾ അച്ഛനാകുമ്പോഴാണ് അതിന്റെ എക്സ്പീരിയൻസ് മനസ്സിലാവുന്നത്. that when we pray we bring all these people into our prayers. മോശയും ഏലിയാവും എല്ലാം ആ പ്രാർത്ഥനയ്ക്ക് വരും. So the first thing in our prayer when we offer is to come to the inner circle. And today in the inner circle, let us exclude Moses and Elijah. അവരവിടെ ഇരിക്കട്ടെ, മോശ, ഏലിയ. പക്ഷെ ഈ 3 പേര്, പീറ്റർ എന്ന വാക്കിന്റെ അർത്ഥം എന്തുവാ? പീറ്റർ എന്ന വാക്കിന്റെ അർത്ഥം, what does the word Peter means? പാറ. ഈ പാറമേലാണ് നമ്മുടെ വിശ്വാസം ഉണ്ടാവുന്നത്. the പാറ, the faith that becomes the foundation of our Christian life. ഇന്ന് പലപ്പോഴും നമ്മുടെ ഫൗണ്ടേഷൻ ഒരു പ്രശ്നമാണ്. ദാറ്റ് ഈസ് വൈ വെൻ വി ഷാറ്റർ, ഒരാൾ ഒരു ചോദ്യം ചോദിക്കുമ്പോഴത്തേന് നമ്മളങ്ങ് ഇടറി വീഴും. സോ ലൈക്ക് പീറ്റർ, ഇഫ് യു ഹാവ് ടു കം ടു ദി ഇന്നർ സർക്കിൾ ഓഫ് ജീസസ് ക്രൈസ്റ്റ്, വി മസ്റ്റ് ബി ലൈക്ക് പീറ്റർ. The word Peter means the faith that becomes the fundamental of our relationship to God. അടിസ്ഥാനമാണ്. ഞാൻ എപ്പോഴും പറയും, നമ്മുടെ മാതാപിതാക്കളും എൻ്റെ അമ്മയ്ക്കും ബെസേലിയോസും ഗ്രിഗോറിയോസും ആരാന്ന് പറഞ്ഞാൽ ആരാന്ന് അറിയത്തില്ല. But her foundation of faith was so strong. Our grandparents, പിതാക്കന്മാരുടെയൊക്കെ പുസ്തകം സൺഡേ സ്കൂളിൽ ഇപ്പം വന്നപ്പോഴാണ് നമ്മൾ ഇത്രയും പിതാക്കന്മാരുടെയൊക്കെ കാര്യം പഠിക്കും. പക്ഷേ ഇതൊന്നും അറിയാത്ത ഒരുപാട് പിതാക്കന്മാരുണ്ടായിരുന്നു. The relationship was to come into the internal circle of Jesus Christ. So let us on this day, on the 6th of August, Mother Mary was in the inner circle of Jesus Christ. ദൈവത്തിന്റെ ആ സർക്കിളിൽ വന്ന്, ഗോഡിന്റെ സർക്കിളിൽ വന്ന്. സോ സെക്കൻഡ് പേഴ്സൺ ഓൺ ദിസ് ജേർണി ആരായിരുന്നു? Who is the second person? ജെയിംസ്. ജെയിംസ് എന്ന വാക്കിന്റെ അർത്ഥം യാക്കോബും പഴയ കാലത്ത്. പക്ഷെ എന്റെ അർത്ഥം എന്തുവാ? What is that word? എന്തു പറഞ്ഞേ? That's correct. പറഞ്ഞു. Supplanter. What is supplanter? പിടിച്ചു വാങ്ങിക്കുന്നവൻ. So let us be like James, like zealous. ഈ zealous ജെയിംസിന്റെ ഒരു പ്രത്യേകത അറിയാമോ? ശിഷ്യന്മാരിൽ ആദ്യത്തെ മാർട്ടിയർ ആരാന്നറിയാമോ? യാക്കോബായിരുന്നു, ജെയിംസ് ആയിരുന്നു. അതിന്റെ അർത്ഥം എന്തുവാ? When you come to the inner circle of Jesus Christ,
there will be persecution. But that is called the cost of discipleship. When we come to Christ, don't expect that മാതാവിന്റെ ജീവിതം ഇത്രയും പ്രാർത്ഥിച്ച് കുഞ്ഞ് ജനിച്ചപ്പോ തൊട്ട് മരിച്ചപ്പോ തൊട്ട് വേദനയാണ്. He always went through the pain. So let us pray that we come to the inner circle like James. ഒന്നാമത്തെ ആരാളായിരുന്നു? പീറ്റർ. ഞാൻ എന്തോ പറഞ്ഞ വാക്ക്, the faith that becomes the fundamental of our Christian life. രണ്ട്, like James, let us become zealous. Zealous in our faith means എന്താ എന്നൊരു അർത്ഥം എന്തുവാ? അദ്ദേഹം ആദ്യത്തെ ഏറ്റവും ഫസ്റ്റ് മാർട്ടിഡം സ്വീകരിച്ച അപ്പോസ്തലനാ. അതാണ് ദ കോസ്റ്റ് ഓഫ് ഡിസൈപ്പിൾഷിപ്പ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ ആൾ ആരാന്നറിയാമോ? നമ്മൾ എല്ലാവർക്കും പ്രിയപ്പെട്ടവൻ ആരാ? യോഹന്നാൻ. യോഹന്നാനെ പറ്റി പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ആദ്യത്തെ what is the first figure that comes into our mind? സ്നേഹത്തിന്റെ അപ്പോസ്തലൻ. വെരി ഗുഡ്. വേദപുസ്തകം യോഹന്നാന്റെ സുവിശേഷം വായിക്കുമ്പോഴൊക്കെ നമുക്ക് മനസ്സിലാവുന്ന ഒരു ആശയം അറിയാമോ? John is the one that reveals the heart of Christ. ക്രിസ്തുവിന്റെ ഹൃദയം വെളിപ്പെടുത്തി തന്ന ഏകയാളാ. അപ്പൊ നമ്മൾ ഇന്നർ സർക്കിളിൽ വരുമ്പോൾ we have to understand the mind of Christ. പൗലോസ്ലീഹ പറയുന്നത് എന്തുവാ? നിങ്ങൾ ക്രിസ്തുവിന്റെ ഭാവമുള്ളവരായിരിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ മറുരൂപ പെരുന്നാളിന്റെ ഈ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ, ഈ മാതാവിന്റെ ഈ നോമ്പുകൾ കൂടെ കടന്നു പോകുമ്പോൾ, നമ്മൾ പത്രോസിനെ പോലെ നമ്മുടെ ഫണ്ടമെന്റൽസ്, never compromise your fundamentals, because the fundamental has to be like the rock, like Peter. Second, has to be like James the zealous. അതുകൂടാതെ എന്തുവാണ് അദ്ദേഹത്തെ പറ്റി പറയുന്നത്? പിടിച്ചു വാങ്ങിച്ചവൻ. ആൻഡ് ദെൻ ഞാൻ പറഞ്ഞു ഓർപ്പിച്ചൊരു കാര്യമാണത്, the cost of discipleship is martyrdom. വേദനയും പ്രയാസവും പ്രതിസന്ധികളൊക്കെ വരുന്ന ജീവിതമാണ്. മൂന്ന്, we have to become the apostle of love, the beloved like John. ഈ മൂന്ന് പേരുടെയും ജീവിതങ്ങൾ നമുക്ക് മാതാവിന്റെ ജീവിതമായിട്ടൊന്ന് ബന്ധപ്പെടുത്തി നോക്കാം. ഇവർ മൂന്ന് പേരും വ്യത്യസ്തരായിരുന്നു. പത്രോസ് തല കീഴായി മരിച്ചു. യോഹന്നാൻ മാത്രമേ ഉള്ളൂ സാധാരണ മരണം മരിച്ചത്. പക്ഷേ he was the beloved. So let us reveal the heart of Christ. അതുകൊണ്ട് ഈ മൂന്ന് ആശയങ്ങൾ പറയുവാനും അതനുസരിച്ച് ആ യേശു ക്രിസ്തുവിന്റെ കൂടെ നമ്മുടെ ജീവിതങ്ങളെ രൂപപ്പെടുത്താനും രൂപാന്തരപ്പെടുത്താനും നമ്മള് മോസ്റ്റ് ഓഫ് us, ഇൻക്ലൂഡിങ് മീ, we are so good on a Sunday. On a Monday, we decline. On a Tuesday, we decline more. On a Wednesday, we decline more. On a Thursday, we decline more. On a Friday, we decline more. On a Saturday, we decline more. And then we come back and we become Christians again. ഇന്ന് നമ്മുടെ പള്ളികളിലൊക്കെ അബ്സല്യൂഷനും മാത്രമേ ഉള്ളൂ. Somehow we have lost the importance of confession. ഈ നോമ്പുകളിൽ പഴയ കാലത്തൊക്കെ നോമ്പ് നടക്കുമ്പോൾ മനുഷ്യർ പള്ളികളിലെ ആളായിരുന്നു. People will come and fast. പക്ഷേ നമ്മൾക്ക് we have so many excuses to make. Because why? Our foundation is not like Peter. അവരുടെ പിതാക്കന്മാർ പഠിപ്പിച്ചതാ. നമ്മൾ അബ്സല്യൂഷനകത്ത് പ്രാർത്ഥനയ്ക്കകത്ത് എന്താ പറയുന്നറിയാമോ? That which I have confessed. എവിടാ കുമ്പസാരിച്ചത്? I don't want to blame anybody, including me. So let's have the foundation like Peter. Let us have a discipleship which has to go through persecution. Let us reveal the heart of Jesus Christ like John. May the blessings of the Lord be upon you as we prepare for the great season of this fasting season till the 14th to the 15th, so that we all have the nature of Christ in us. May the Almighty God bless you and guide you and strengthen you in all that you do, not only in MMES, the place that you work, the family that you live, the atmosphere that you are going through, the challenges that you're facing through, may be like rock, maybe like stronger, like persecuted life, and see the heart of Christ. May God bless you all. Thank you. Thank you, അച്ഛാ. പത്രോസിന്റെ വിശ്വാസത്താൽ നമ്മൾ ഉറപ്പുള്ളവരായി പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ, സ്നേഹത്തിലൂടെ തരണം ചെയ്യുവാൻ ഈ നോമ്പ് നമുക്ക് സഹായമാകട്ടെ. നല്ല ഒരു മെസ്സേജ്, ഷോർട്ട് വെരി പവർഫുൾ ആയിട്ടൊരു മെസ്സേജ് തന്നതിന് സജീവച്ചന് നന്ദി പറയുന്നു. ഇനിയും നമുക്ക് ഇന്റർസെസറി പ്രെയർ ആണ്. ഇന്റർസെസറി പ്രെയർ സ്മിത കുര്യൻ. In the name of the Father, and the Son, and the Holy Spirit. Amen.
Our Heavenly Father, we thank you for giving us another beautiful evening to praise your name. We thank you for taking care of us throughout this day and protecting us from all evil. We ask for forgiveness for all the sins we have committed against you, willingly and unwillingly, knowingly and unknowingly. Help us not to commit these sins ever again, Lord. Fill us all with your Holy Spirit and wash us with your divine blood, Lord, and cover us with your divine blood, Lord. Lord, we have entered the Dormition Lent. Mother Mary, full of grace, we firmly ask your heavenly intercession for all the people who are asking God's protection. Lord, help us to go closer to you during this Lent season. Help us to learn your word and to walk in your ways. We pray for all the clergy of our church, Lord. Bless them, Lord, and help them to do your work, Lord. We pray for all the sick people in the world, Lord. Lord, you are the great physician. We're asking for your mercy to heal all the sickness from this world, Lord. We pray for all the departed souls of our families. Let them all dwell in the bosom of Abraham, Isaac, and Jacob. We pray for all the youngsters and all the youth of our church, Lord. Bless them, Lord. Please show them the way they're supposed to be walking in. Lord, we're about to go to sleep. Give us good dreams and help us to wake up in the morning to praise your name. We ask all this in your name and we pray. Amen. Thank you, Smita. And now it's time for litany, led by Suma Thomas, in response from Smita Koshi. Prayer to the Holy Theotokos. Our Lord Jesus Christ, hear our prayers, receive our petitions. O God, the Heavenly Father, have mercy on us. O Son of God, the Savior of the world, have mercy on us. O Holy Spirit, have mercy on us. O Holy Trinity, have mercy on us. O Holy Mary, Mother of God, Pray for us. O Holy Mother of God, Pray for us. O Holy Virgin among the virgins, Pray for us. O Holy Mother who gave birth to the Son of God, Pray for us. O Holy Mother who is encompassed with the grace of God, Pray for us. O Holy Mother who is purer than all others, Pray for us. O Holy Mother who is more chaste than all others, Pray for us. O Holy Mother who is more innocent than all others, Pray for us. O unblemished Holy Mother, Pray for us. O compassionate Holy Mother, Pray for us. O wonderful Holy Mother, Pray for us. O Holy Mother of the Creator, Pray for us. O Holy Mother of the Savior, Pray for us. O prudent Holy Mother, Pray for us. O honorable Holy Virgin Mother, Pray for us. O adorable Holy Virgin Mother, Pray for us. O mighty and Holy Virgin Mother, Pray for us. O kind Holy Virgin Mother, Pray for us. O faithful Holy Virgin Mother, Pray for us. O Holy Virgin who is the mirror of righteousness, Pray for us. Thank you, Smita and Suma. Benyacha, now it's the time for prayer and final prayer and benediction. Achan mute-la. കാരുണ്യവാനായ ദൈവമേ സ്വർഗപിതാവേ, ഈ നല്ല രാത്രിക്കായി അതിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്കൊരുമിച്ച് ചേർന്ന് കൂട്ടായ്മയായിരിച്ചുകൊണ്ട് കർത്താവേ യേശുവിനായ നോയമ്പിൽ അതിനെ ശുശ്രൂഷ കേൾക്കുവാനും ഒരുമിച്ച് പ്രാർത്ഥിക്കുവാനും അന്യോന്യം സ്നേഹവും സന്തോഷവും പങ്കിടുവാനും അവിടെ ഞങ്ങൾക്ക് നൽകിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഈ ഭദ്രാസനത്തിലെ ഞങ്ങളുടെ MMS-ന്റെ പ്രവർത്തനങ്ങളെല്ലാം തിരുസനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ഭാരവാഹികളെ തിരുസനെ സമർപ്പിക്കുന്നു. എല്ലാ യൂണിറ്റിനെയും തിരുസനെ സമർപ്പിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിച്ച് ആസ്വദിക്കണമേ. നമ്മുടെ ഭദ്രാസനത്തെ അനുഗ്രഹിക്കണമേ. അതിലെ വൈദികരെയും എല്ലാ ഇടവുകളെയും വാഴ്ത്തണമേ. സഭയെ കാത്തുകൊള്ളണമേ, അനുഗ്രഹിക്കണമേ. ഈ രാത്രി ഞങ്ങൾക്കെല്ലാം സുഖകരമായ ഉറക്കം തരണമേ. നാളെ പ്രഭാതത്തിൽ എഴുന്നേറ്റ് തിരുനാമത്തെ മഹത്വപ്പെടുത്തുവാൻ കിടയാക്കണമേ. അത് ഞങ്ങൾ നിന്നെയും നിന്റെ പിതാവിനെയും നിന്റെ പരിശുദ്ധ റൂഹായെയും ഇപ്പോഴും എപ്പോഴും നീക്ക് സ്തുതിപ്പാനായിട്ട് തന്നെ. ആമീൻ. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സംബന്ധവും സഹവാസം നാം എല്ലാവരും കൂടെ നമ്മിൽ നിന്ന് വാങ്ങിപ്പോഴുകൂടി നന്ദിയൊക്കെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമീൻ. ബെന്യാച്ചൻ, സജീവച്ചൻ, മറ്റ് വൈദിക ശ്രേഷ്ഠരെ, കൊച്ചമ്മമാരെ,
ജനറൽ സെക്രട്ടറി ഷിനി, ട്രഷറർ ആയിരിക്കുന്ന ഷീന, ഇതിൽ വന്നുകൂടിയിരിക്കുന്ന എല്ലാവർക്കും ഒറ്റ വാക്കില് നന്ദി പറഞ്ഞുകൊണ്ട് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. Thank you all. Thank you for inviting. Thank you. God bless. Thank you. God bless you. Thank you, Acha. Thank you, Chins. Thank you, everyone.